ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഒരു മീൻ പൊള്ളിച്ച റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കരിമീൻ അല്ലെങ്കിൽ തിലോപ്പിയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. എൻ്റെ മോളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ അധികം ഓയിലൊന്നും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. വാഴയുടെ ഇലയിലാണ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് പെരിഞ്ജീരകം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പെരിഞ്ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ പെരിഞ്ജീരകം നമ്മൾ ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പം ഞാൻ എന്ത് മീൻ പൊരിക്കുകയാണെങ്കിലും അതിൽ പെരിഞ്ജീരകം ഇടാറുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കേട്ടോ, നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കുറച്ച് സുറുക്കയും കൂടി ഒഴിച്ചാൽ നല്ല സുറുക്ക അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒക്കെ ഇതിലേക്ക് ഒഴിച്ചാൽ നല്ലൊരു പുളി കൂടി കിട്ടും. അപ്പോൾ ഇനി നന്നായിട്ട് ഇതെല്ലാ സൈഡിലേക്കും തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. മീനൊക്കെ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും മസാലകളൊക്കെ. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലത്തെ ഒരു വാഴയുടെ ഇല നമുക്ക് വാട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് മടക്കുമ്പോൾ കീറിപ്പോവും. അപ്പോൾ വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ഉള്ളിയാണ് കേട്ടോ. സബോള ഉണ്ടല്ലോ, സബോള ചെറുതാക്കി അരിഞ്ഞ വട്ടത്തിലരിഞ്ഞ സബോളയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ വട്ടത്തിലരിഞ്ഞിട്ടുള്ള തക്കാളിയും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കാം കേട്ടോ. മസാല പുരട്ടി വെച്ച മീനാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ഉള്ളി, തക്കാളി ഒക്കെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മടക്കിയിട്ട് നന്നായിട്ട് കെട്ടി നമുക്ക് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഉള്ളിയൊക്കെ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഉള്ളി ഇങ്ങനെ പൊള്ളിച്ചതെന്ന് എടുത്ത് കഴിക്കാനായിട്ട്. മക്കൾക്കും അതേ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീനിൽ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടുതലായിട്ടും വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഞാനിത് പച്ചക്ക് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കണം. മടക്കിയെടുക്കൽ ഒരു ചെറിയൊരു ടാസ്ക്കാണ്. ഇലയൊക്കെ കീറിപ്പോയിട്ടുണ്ട് കേട്ടോ, വെട്ടുമ്പോൾ തന്നെ കീറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഒന്ന് കെട്ടിയെടുക്കാം. നമുക്ക് തന്നെ കഴിക്കാനുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഒരു വാഴയുടെ നാരൊക്കെ വെച്ചിട്ട് ഞാൻ കെട്ടിയെടുത്തു. ഇനി ഇതേപോലൊരു നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മളിങ്ങനെ നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം. ഏകദേശം ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡി ആവും കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു തക്കാളിയും ഉള്ളിയൊക്കെ അങ്ങനെ വെന്ത മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ, നമ്മുടെ മീനൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ആദ്യം പൊരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കൂടുതൽ ഓയിലൊക്കെ വരും. ഇതിലാവുമ്പോൾ നമുക്ക് ഓയിലേ വരുന്നില്ല, നന്നായിട്ട് വെന്ത് വരും ചെയ്യുന്നുണ്ട് കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മീൻ. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്